വയനാട്ടിലെ വന്യജീവി ആക്രമണം നേരിടാൻ വനനിയമത്തിൽ ഭേദഗതി ആവശ്യമില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. ജീവന് പരിരക്ഷ നൽകണം എന്നതാണ് സർക്കാർ നയം. കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സംയുക്തമായി ആനത്താരകൾ അടയാളപ്പെടുത്തും. ഇരകൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 10 ലക്ഷം കേന്ദ്രവിഹിതമാണെന്നും സംസ്ഥാനത്തിന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. Under the Wildlife Protection Act 1972, under Section 11, enough power have been vested with the chief wildlife warden of the state. So power is already there. The state government wants, their power is with them, with their chief wildlife, the power is there. And under that power, he can issue permission to trap, catch or kill a problematic animal. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര ഫണ്ടുണ്ടായിട്ടും വയനാട്ടിൽ 1 രൂപ പോലും നൽകിയിട്ടില്ലെന്ന് ടി സിദ്ദിഖ് MLA ആരോപിച്ചു. ഇക്കാര്യത്തിൽ വനമന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യത്തിൽ മാനന്തവാടി രൂപത സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ജ്വാല കൽപ്പറ്റയിൽ ഇപ്പോൾ നടക്കുകയാണ്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, കേന്ദ്രമന്ത്രി വയനാട്ടിലുണ്ട്. അദ്ദേഹം കേന്ദ്ര വനനിയമവുമായി ബന്ധപ്പെട്ട് നിലപാട് വിശദീകരിക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് സജീവമായി തന്നെ തുടരുകയും ചെയ്യുന്നു. എന്താണ് നിലവിൽ വയനാട്ടിലെ അവസ്ഥ, സുർജിത്ത്? എന്തായാലും കേന്ദ്ര വനമന്ത്രിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വയനാട് ഉറ്റുനോക്കിയിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല. ആകെ പറഞ്ഞ 2-3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആനത്താരയുടെ ഒരു സജ്ജീകരണം, അതായത് ആനത്താരയുടെ പുനഃസ്ഥാപനം ഉണ്ടാകുന്നുള്ളതാണ്. അത് 3 സംസ്ഥാനങ്ങളെ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിക്കും. അതിനായി കോയമ്പത്തൂരിലെ സലീം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ സംസ്ഥാന സർക്കാരിന് ഈ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കായി സഹായധനം എന്ന നിലയിൽ 10 ലക്ഷം രൂപ നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. എങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ള ചോദ്യം പ്രതിപക്ഷ MLA-മാരും ഉന്നയിച്ചു. മാത്രമല്ല, ഈ അക്രമോത്സുകത പ്രകടിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ, മനുഷ്യർക്ക് ഭീഷണിയായ, ജീവന് ഭീഷണിയായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാം എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ള വാദം കൂടി കേന്ദ്രമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും സംസ്ഥാന വനമന്ത്രി ഉൾപ്പെടെ അത് കേന്ദ്ര നിയമമാണ് എന്നുള്ള വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് മറുപടി എന്നുള്ള നിലയിലാണ് കേന്ദ്ര വനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന വനവകുപ്പ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കാം. അത്തരത്തിൽ 1972 വനനിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ക്ലോസ് ഉണ്ട് എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധമാണെങ്കിൽ ഇപ്പോൾ ഈ കൽപ്പറ്റ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രതിഷേധ ജ്വാല നടക്കുകയാണ്. പ്രതിഷേധ ജ്വാല കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർ ജോസഫ് പാംബ്ലാനിയാണ് ഇതുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 100 കണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ തന്നെയാണ് ഈ പ്രതിഷേധ പരിപാടി കളക്ടറേറ്റിന് മുന്നിൽ ആരംഭിച്ചത്. കളക്ടറേറ്റിന് മുന്നിൽ കേന്ദ്രീകരിച്ച് ഉപവാസ സമരമാണ് സംഘടിപ്പിച്ചത്. മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിവിധ വിഷയങ്ങൾ, ഈ കാടും നാടും വേർതിരിക്കുക, അധിനിവേശ സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുക, സർക്കാർ തന്നെ നട്ടുപിടിപ്പിച്ച തോട്ടങ്ങൾ, തേക്കും ഗ്രാൻഡിസും യൂക്കാലിയും വിളയുന്ന തോട്ടങ്ങൾ സ്വാഭാവിക വനങ്ങൾക്ക് വഴിമാറ്റുക എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ, വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടുത്തെ വന്യമൃഗ ജീവികളുടെ ആക്രമണത്തിലുള്ള മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിന്റെ മാർഗത്തിലേക്ക് ഈ മാനന്തവാടി രൂപത കടന്നിട്ടുള്ളത്. എന്തായാലും ആ പ്രതിഷേധത്തിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ധാരാളം ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ തുടരാനുള്ള ശ്രമമാണ് അതിരൂപതയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ ഈ മാനന്തവാടി രൂപത ബിഷപ്പിനെ സന്ദർശിക്കുന്ന നില ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ പ്രതിഷേധത്തിലേക്ക് വഴിമാറാനുള്ള കാരണം ഇങ്ങനെ മരണങ്ങൾ തുടർച്ചയായ പശ്ചാത്തലത്തിലാണ്. എന്തായാലും പ്രതിഷേധം തുടരാനുള്ള ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഈ ബേലൂർ മക്ന ദൗത്യം, അതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങളുണ്ടോ സുജിത്ത്? വയനാടൻ ജനതയ്ക്ക് വേണ്ടി, കേരളത്തിലെ കർഷകർക്ക് വേണ്ടി, റബ്ബർ കർഷകർക്ക് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ജ്വലിക്കുന്ന ഒരു ഹൃദയവും
അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൂർച്ചയേറെ വാക്കുകളും. പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് വയനാട്ടിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം തുടരുകയാണ്. അദ്ദേഹം കേന്ദ്ര വനനിയമം സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നു. നഷ്ടപരിഹാരം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ആവശ്യമായ വിഹിതം കൂട്ടിച്ചേർക്കാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയ നിലപാട്. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.